ജീവപരിണാമം. ആരംഭം കൊണ്ടുതന്നെ ജീവിക്ക് സ്വന്തമെന്ന് പറയാൻ കഴിയാത്ത ജീവൻ ഭൗമോപരിതലത്തിലെ നിരന്തരമായ വായുപ്രവാഹത്താൽ കമ്പനം കൊണ്ട് പ്രകാശോർജം സമ്പാദിച്ച് സ്വതന്ത്രമായി തുടങ്ങിയെങ്കിലും ഭൂമി വിട്ട് എങ്ങും പോകാൻ ആവാത്തതായി തീരുന്നു. ഭൗമപ്രതലത്തിലെ പലവിധമായ അവസ്ഥാവിശേഷങ്ങളും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും പ്രകാശവും ഭ്രമണവുമെന്ന നിലയിൽ സൂര്യചന്ദ്രന്മാരുമായുള്ള നിരന്തര ബന്ധവുമെല്ലാം ആരംഭിച്ച അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കാൻ ജീവനെ അനുവദിച്ചിരുന്നില്ല. ജീവി എന്ന് വിളിക്കാൻ തക്കവണ്ണം ഈ ആദിരൂപത്തിന് കൃത്യമായ യാതൊരാകൃതിയും പരിഗണനാർഹമായ വലിപ്പവും ഇല്ലായിരുന്നുവെന്നത് തീർച്ചയാണ്. സമുദ്രത്തിൽ എത്തിച്ചേർന്ന ചാന്ദ്രധൂളിയും ഭൗമസത്തയെ ഉൾക്കൊണ്ടു നിന്നിരുന്ന ജൈവാനുകൂല ഭൗമഗുണവും സംഗമിച്ച അത്യല്പമായ അണുരൂപം മാത്രമായിരുന്നു ഈ ആദിരൂപങ്ങൾ. പ്രപഞ്ച കാരണോർജം സംഭരിതമായി നിന്ന പ്രത്യേകതകൾ ആയതുകൊണ്ട് ഭൗമചന്ദ്രന്മാരുടെയും സൂര്യന്റെയുമെല്ലാം ആകർഷണ സ്വഭാവവും പ്രകാശത്തോടും ഇരുട്ടിനോടുമെല്ലാം വ്യത്യസ്തവും പ്രത്യേകതകൾ ഉള്ളതുമായ ആഭിമുഖ്യവും അല്പമായെങ്കിലും ആദിജീവരൂപങ്ങൾ ഉൾക്കൊണ്ടു നിന്നിരുന്നു. ജീവവാസന എന്ന് പറയാവുന്ന വിധത്തിൽ വികാസം പ്രാപിച്ചു വന്നിട്ടില്ലായിരുന്നുവെങ്കിലും ഭൗമചന്ദ്രന്മാരുടെയും സൂര്യന്റെയും സ്വഭാവവും നിരന്തര പ്രവർത്തനവുമായ സഞ്ചാരശേഷി ശക്തമായി തീരുന്നതിനൊപ്പം സ്വന്തം സുരക്ഷിതത്വവും ജീവൻ എന്ന ആദിരൂപത്തിന്റെ ആവശ്യങ്ങളിൽ പെട്ടുനിന്നിരുന്നു. ജീവികളുടെ ചലനതരമായ ഈ ആവശ്യമെന്നതിനെ ഭൗമ സൂര്യചന്ദ്രന്മാരുടെ തനതു സ്വഭാവത്തിന്റെ പുനരാവിഷ്കാരമായി ജീവരൂപത്തിൽ സംഭവിക്കുന്നു എന്നതാകുന്നു. ശക്തമായ ഒഴുക്കും സാമീപ്യമാകുന്ന മറ്റ് പദാർത്ഥങ്ങളും ഇരുട്ടും വെളിച്ചവും കാറ്റും മഴയും ഒക്കെയായി ആദിരൂപങ്ങൾ ജീവിത അനുഭവങ്ങളെ അഥവാ പ്രാപഞ്ചികമായ അവസ്ഥാ വൈവിധ്യങ്ങളെ അല്പാൽപമായി ഉൾക്കൊള്ളാനും തുടങ്ങി. ജീവോദയത്തിന് ശേഷവും നിരന്തര ലഭ്യതയായ സൂര്യപ്രകാശവും ഉഷ്ണവും എല്ലാം ജീവിയെ കൂടുതൽ ഊർജമുള്ളതും സംവേദനക്ഷമത ആർജിക്കുന്നതിനും പ്രാപ്തമാക്കുന്ന വിധം കാര്യമായ പങ്ക് വഹിച്ചുകൊണ്ടുമിരുന്നു. സൂര്യപ്രകാശത്തെ കൂടാതെ നിരന്തര ലഭ്യതയായ കാറ്റിന്റെ വ്യതിയാനങ്ങളും മഴയും ജലപ്രവാഹങ്ങളുടെ ശക്തമായ പ്രഹരവും എല്ലാം കൂടി ജീവന് ഊർജ വൈവിധ്യങ്ങളായ അനുഭവങ്ങളുടെ വ്യത്യസ്തതകളും നൽകിക്കൊണ്ടിരുന്നു. ഇന്നത്തെ അവസ്ഥയോളം വളർന്നു നിൽക്കുന്ന ജീവരൂപങ്ങളുടെ പ്രവർത്തനഗതിക്ക് കാരണമാകുന്ന ആദ്യാനുഭവമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. വിത്തും ഭ്രൂണവുമൊക്കെ ജീവശരീരത്തിൽ ഉദയം ചെയ്ത് ജീവിയിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് മാതൃജീവനായിരിക്കുന്ന ശേഷിയുടെ തനതു സ്വഭാവത്തിൽ വികസിച്ചു വരുന്നതുപോലെ പ്രകൃതിയുടെ സത്താ സംഗമ പ്രവർത്തനമായ ആദിജീവശേഷികൾ പ്രകൃതിവിശേഷങ്ങൾ എന്ന അനുഭവഗതിയിലൂടെ പ്രാപഞ്ചികമായ സത്താ സൂക്ഷ്മതകളെ ജീവനിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്തു വന്നു. പ്രകൃതി നിമിത്തം ജീവരൂപങ്ങൾക്ക് ലഭ്യമാകുന്ന കഠിനതരവും സുഖതരവുമായ അനുഭവ വൈവിധ്യങ്ങളിലൂടെ ജീവൻ പ്രകൃതിയെയും കാലത്തെയും സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ജീവിതമെന്ന് ഇപ്രകാരം മനസ്സിലാക്കേണ്ടി വരുന്നു. പ്രകൃതി എന്ന ഊർജ വൈവിധ്യങ്ങളുടെ സൂക്ഷ്മമായ സംഗമ വൈഭവമാണ് ജീവനും അതിൻ്റെ സ്വഭാവങ്ങളും എന്നത്. ഇവിധം ആരംഭം മുതൽ തന്നെ കഠിനതരമായ അനുഭവങ്ങൾ എന്നത് ജീവന്റെ വളർച്ചാ വികാസങ്ങൾക്ക് അനുസരിച്ച് അനിവാര്യമായി വരുന്നതായും ജീവശേഷി രൂപപരിണാമത്തിലൂടെ വികസിക്കും തോറും ഈ അനുഭവഗതി ശക്തമായി കൊണ്ടിരിക്കുന്നതായും കാണാനാവുന്നു. ജീവിയിൽ വന്നുപെടുന്ന അനുഭവങ്ങൾ എന്ന ഈ അറിവ് ജീവന്റേതാക്കി ജീവരൂപത്തെ തകർക്കുന്ന ഭൂമിയിലെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നതിനുള്ള വാസനയും ബുദ്ധി എന്ന് പറയാവുന്ന ശേഷിയും പ്രകൃതിയുടെ നിരന്തര പ്രവർത്തന നിമിത്തമായി അനുഭവപ്പെടുത്തിയെടുത്ത സംവേദനക്ഷമത കൊണ്ട് സാധിക്കുകയും ചെയ്തു. സംവേദനേന്ദ്രിയങ്ങൾ ജീവരൂപത്തിലെ
പഞ്ചഭൂതങ്ങളുടെ പ്രാതിനിധ്യമാണ്. ജീവന്റെ പുരോഗതിക്ക് നിദാനമായി പ്രവർത്തിച്ചത് സൗരയൂഥത്തിന്റെ പ്രവർത്തനത്തിനും ഐക്യത്തിനും ജീവോൽപത്തിക്കും കാരണമായ ആകർഷണ ബലവും പ്രകാശവും ഉൾപ്പെടെ ഭൂമിക്ക് അനുഭവവേദ്യമായ സകലതും ചേർന്നാണ്. സൗരയൂഥം എന്ന സങ്കല്പത്തിൽ വരുന്ന എല്ലാറ്റിന്റെയും കേന്ദ്രവും ഊർജത്തിന്റെ സംഭരിതാവസ്ഥയുമായിരുന്ന് മറ്റെന്തിലും എന്ന പോലെ സൂര്യൻ ജീവനിലും പ്രവർത്തിക്കുന്നതിനാൽ സൂര്യന്റെ കാരണ സൂക്ഷ്മ ഗുണവിശേഷങ്ങൾ ജീവനിൽ തുടരെ നിക്ഷിപ്തമായി ജീവൻ പ്രകാശതരമായ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അനുഭവങ്ങളെ ഉൾക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നുവെന്നല്ലാതെ അതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായി ഒന്നും തന്നെ ജീവൻ അറിയുന്നില്ലെന്ന് കാണാം. ഇത് ഏറെക്കുറെ ഇന്നോളം എത്തിയിട്ടുള്ള മനുഷ്യന്റെ തന്നെ അനുഭവവും ആകുന്നു. ജനനം, വളർച്ചാവികാസങ്ങൾ, മരണം, മരണാനന്തരം എന്നിങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചോ ആവശ്യകതയെക്കുറിച്ചോ ഇവർക്കാർക്കും യാതൊരു നിശ്ചയവും ഇല്ല. ഭൂമിയിലെ അനുഭവ വൈവിധ്യങ്ങളിലൂടെ സൗരയൂഥ സൂക്ഷ്മവിശേഷങ്ങളെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ജീവശരീരത്തിൽ ഏറ്റവും അധികം ചൂടും വെളിച്ചവും ലഭിക്കുന്ന ഭാഗം കൂടുതൽ ശക്തവും പ്രവർത്തനശേഷിയും ഉള്ളതായി തീരുന്നുവെന്ന് കാണാവുന്നതാണ്. സൗരയൂഥത്തിന്റെ അഥവാ പ്രാപഞ്ചിക പ്രവർത്തനങ്ങളുടെ അതിസങ്കീർണ പ്രവർത്തനഗതിയായ ജീവരൂപത്തിന്റെ കേന്ദ്രഭാഗം ജ്യോതിർഗോളങ്ങളിലേതുപോലെയും പ്രപഞ്ചത്തിൽ എങ്ങും ഉള്ളതുപോലെയും പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും സ്ഥിരം പ്രവർത്തനമായും ജീവരൂപത്തിന്റെ എല്ലായിടവും ആകർഷിച്ച് പ്രവർത്തിച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗമായും തീരുന്നു. എപ്പോഴും ശരീരത്തിന്റെ ഏതു ഭാഗവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന അവയവം എന്ന നിലയിൽ കൂടുതൽ പ്രവർത്തനശേഷി ആർജിക്കുന്ന ഈ കേന്ദ്രം ശക്തമായി തീർന്ന് ഹൃദയം എന്ന നിലയിൽ അവസ്ഥാന്തരം പ്രാപിച്ച് ജീവരൂപത്തിന്റെ ആദ്യം മുതൽ അന്ത്യം വരെ നിന്ന് പ്രവർത്തിക്കുന്ന വിധം വികസിച്ചു വരുന്നു. ഇപ്രകാരം പ്രവർത്തിക്കാതിരിക്കാൻ ഹൃദയം എന്ന കേന്ദ്ര സംവിധാനത്തിന് സാധ്യമാവുന്നതേയില്ല. സൗരയൂഥവും പ്രപഞ്ചമാകെയും നിരന്തരമായി തന്നെ പ്രവർത്തനക്ഷമമായിരിക്കുന്നതുകൊണ്ട് സൗരയൂഥത്തിന്റെ പ്രാതിനിധ്യ രൂപമായിരിക്കുന്ന ജീവശരീരത്തിന്റെ കേന്ദ്രം എന്ന ഹൃദയവും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വസ്തുവിന്റെയോ അവസ്ഥയുടെയോ ഏതുതരം പ്രവർത്തനവും ഒരു കേന്ദ്രത്തിൽ നിന്നാരംഭിച്ച് വികേന്ദ്രീകൃതമായി ശക്തമായി തീരുന്നു എന്നത് പ്രപഞ്ചത്തിൽ എവിടെയും കാണാനാവുന്ന നിയമമാണ്. ഈ വിധത്തിൽ തന്നെ ആദിരൂപത്തിന്റെ ഊർജ സംഭരിതാവസ്ഥയും പ്രവർത്തനക്ഷമതയും കൂടുതലുള്ള മധ്യഭാഗം എന്ന ആകർഷണ കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി ശരീരത്തിന്റെ മൊത്തമായ പ്രവർത്തനം സംഭവിക്കാതിരിക്കാൻ ഒരു വിധത്തിലും സാധ്യമാവുകയില്ല. ജീവരൂപത്തിന്റെ ഏത് ഭാഗത്തും ജീവസ്പന്ദനം എന്ന രക്തചംക്രമണം ഈ കേന്ദ്ര സംവിധാനത്തിന്റെ ചലനത്തിനൊത്ത് ആയിത്തീരുകയും ചെയ്തു.